You should not copy from your textbook or notebook. It is not a matter that if you get a 0, no problem. I won't say anything, but you should be sincere. That's all. ഹിബക്കുട്ടി, ഹിബമുത്തെ മിസ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം മോളോട് പറഞ്ഞായിരുന്നു ക്ലാസ്സിന്റെ സമയത്ത് വേറെ സംസാരിച്ചുകൊണ്ടിരിക്കരുതെന്ന്. ഓക്കെ? ഇനി മരിയ, വാട്ട് ആർ യു റൈറ്റിംഗ് മരിയർ? ഞാൻ ഡിക്റ്റേഷൻ എടുത്തതിന് മുന്നേ അല്ലേ എഴുതിയോ? നിങ്ങൾക്ക് 0 കിട്ടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ കിട്ടി 3 മാർക്ക് 4 മാർക്ക് കിട്ടുന്നതല്ല കാര്യം. ഓക്കെ? ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഇഫ് യു കോപ്പി ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഇഫ് യു റൈറ്റ്. കോപ്പി ചെയ്യാതെ നിങ്ങൾ 0 ആണെങ്കിലും ടീച്ചറിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കോപ്പി ചെയ്യാൻ പാടില്ല. ട്രൂ ലൈറ്റിലെ മക്കളല്ലേ നിങ്ങള്? അപ്പൊ ട്രൂ എല്ലാ കാര്യത്തിലും ട്രൂ ആയിരിക്കണം. സത്യസന്ധമായിട്ട് ചെയ്യണം. അത് മതി. ഓക്കെ? Okay. So, did everybody close your textbook? Why Minhaj is raising the hand? Wait. ഔട്ട്പുട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിനെ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റും പ്രോസസിംഗും സിഡിന്റെ ഫോമും. ഓക്കെ. കോമ്പാക്ട് ഡിസ്ക് ആൻഡ് ഹാർഡ് ഡിസ്ക്. എത്ര മാർക്കുണ്ടായിരുന്നു? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, then compact disk, pen drive, hard disk. Okay. Now start first word, pen drive. Write please. Muhammad Vivi, please write man. Pen drive. Pen spelling you know. Pen you know. Textbook open ചെയ്യില്ല മോനെ. കോപ്പി അടിക്കാതെ എഴുത്. പേരൻസ് അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക്. മക്കൾ കോപ്പി അടിക്കാതെ എഴുതാൻ പേരൻസ് ശ്രദ്ധിക്കുക. മതി. 0 കിട്ടിയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ മക്കള് നീറ്റ് ആയിട്ട് അത് സത്യസന്ധമായിട്ട് ചെയ്യട്ടെ, സിൻസിയർ ആയിട്ട്. അങ്ങനെ പഠിക്കട്ടെ മക്കള്. കോപ്പി അടിച്ച് ചെയ്ത് ഫുള്ള് മാർക്ക് വാങ്ങുന്നതും കോപ്പി അടിക്കാതെ 0 വാങ്ങുന്നതാണ് ബെറ്റർ. ഓക്കെ. പെൻ ഡ്രൈവ്. പെന്നിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ലേ? പിന്നെ ഡ്രൈവിന്റെ സ്പെല്ലിംഗ്. പെൻ ഡ്രൈവ്. ഓക്കെ. നാഫി, have you completed my dear? Second word, compact disk. Compact disk. Hanna, did you write compact disk? Right. Compact disk. Dominic, have you completed? Okay. Compact disk. Okay, next third word is hard disk. Hard disk. Hard disk. മെഹ്റീൻ, ഫാത്തിമ മെഹ്റീൻ സ്റ്റക്കാണോ മോളെ? കേൾക്കുന്നുണ്ടാവോ? ഓക്കെ. ഹാർഡ് ഡിസ്ക്, and last word is central processing unit. Central processing unit. Only 4 words. Central processing unit. Muhammad Nafi finished. Okay, once again I will tell. If you have not completed, please listen. First word is pen drive.
Second word is compact disk. Third word is hard disk. And fourth word is central processing unit. If you have completed, and if any elders, your father or mother or brother or sister or anybody is sitting near you, tell them to correct. If your mummy is sitting near you, ask your mother to correct your book. Otherwise, if no elders are sitting near you, please correct yourself. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കറക്റ്റ് ചെയ്ത് തരാം. മുതിർന്നവര് ചേച്ചിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ. ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങളുടെ സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യുക, വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, സ്റ്റാർട്ട്. ഗുഡ്. ആൻഡ് ദ റെസ്റ്റ് ആർ ഫിനിഷ്ഡ്. ഇത്തിരി വലിയ വേർഡ്സുകളായിരുന്നു ഇത്. കോമ്പാക്ട് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഇതൊക്കെ വലിയ വേർഡ്സുകളായിരുന്നു. സാരമില്ല. You have already reached in second standard. You have to study. Okay, no problem. Have you examined it? Have you checked it? Completed? Yes, Minhaj and all completed. Alan Thomas, have you completed, my dear? Okay, good. Muhammad Aflo completed. Everyone completed. Okay. How many of you got 4 out of 4? Okay, no problem. Very good. No problem if you did not get it, because central processing unit and all is such a long word. സാരമില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. 3 കിട്ടിയാലും 2 കിട്ടിയാലും 4 കിട്ടിയാലും 1 കിട്ടിയാലും മിസ്സിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് കോപ്പി അടിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ടാണ് എഴുതിയതെങ്കിൽ മിസ്സിന് കുഴപ്പമില്ല. കോപ്പി അടിച്ചിട്ട് 4 മാർക്ക് കിട്ടിയാലും മിസ് ഇസ് നോട്ട് ഹാപ്പി. 4 മാർക്ക് കിട്ടിയാലും മിസ്സിന് ഹാപ്പി അല്ല. നിങ്ങൾ ഫുള്ള് ശരിയാക്കിയാലും കോപ്പി അടിച്ചിട്ടാണെങ്കിൽ that is not good. Otherwise നിങ്ങൾക്ക് 0 ആണെങ്കിലും കുഴപ്പമില്ല, സാരമില്ല. നെക്സ്റ്റ് ടൈം യു ഹാവ് ടു സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായ മക്കൾക്കൊക്കെ? നിങ്ങള് മാർക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കോപ്പി അടിച്ചിട്ട് ഫുൾ മാർക്ക് മേടിക്കുന്നതിനേക്കാൾ ബെറ്റർ if you get 0, 1, 2 or 3, no problem. പക്ഷെ കോപ്പി അടിക്കാതെ 4 മാർക്സ് കിട്ടിയാലും വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, നല്ല മക്കള്. ഇനി അടുത്ത ദിവസം tell your parent to give a star for you. Okay, now ask your parents or elder or who is correcting your book, ask them to give star for you. Star തരാൻ പറ കേട്ടോ. Okay, good. ഇനി നിങ്ങള് ഫോണിൽ മിസ് നോട്ട് അയച്ചതെന്ന് കണ്ടായിരുന്നോ? എല്ലാരും കണ്ടായിരുന്നോ? മിസ് നോട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അല്ല, ഇന്ന് രാവിലെ ആയിരിക്കും വന്നത്. മിസ്സിന്റെ ഫോണിൽ നെറ്റ് ഇല്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. ഓക്കെ, അത് നോട്ടിലേക്ക് പകർത്തുക. And next Tuesday again we have, sorry, next Thursday again we have computer, isn't it? Okay, before Thursday you have to submit the note. Now today is Thursday, Friday, Saturday, Sunday, Monday, Tuesday, Wednesday. So by Wednesday evening, every student of second standard should submit the note. Did you understand what I say? And don't tell that, ayo, I forgot and I forgot to, I have written but I have forgotten to post it. Don't say such excuses and all. See, 5 days are there, 5 or 6 days are there. You have plenty of time. And small answers only, very short answers only. And I think page number 24, D, find the words given in the box hidden in the words search.
That you need not write in your notebook. You just do it in your textbook itself. Okay. Page number 24. 24, last D. Find the words given in the box. That you no need to draw and write in your notebook. ബുക്കിലേക്ക് അത് എഴുതണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ ആ വേർഡ്സ് കണ്ടുപിടിച്ച് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് തന്നാൽ മതി. നോട്ടിലേക്ക് അതെല്ലാം വരച്ചെഴുതുക. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മക്കളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരയ്ക്കുക. വരയ്ക്കാൻ ഈസി അല്ലേ? പിന്നെ നമുക്ക് ബാക്കി ആൻസേഴ്സ് ഒക്കെ ടീച്ചർ തന്നിട്ടുണ്ട്. അത് അതുപോലെ എഴുതുക. ആൻഡ് പേജ് നമ്പർ 23-ലുള്ളതും നോട്ടിലേക്ക് എഴുതണ്ട. ഓക്കെ, അത് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ബ്രെഡ്, ബ്രഷ് അല്ല. പിന്നെ വന്നിട്ട് ഹാർഡ് ഡിസ്ക് CD ഓർ കോമ്പാക്ട് ഡിസ്ക്, പെൻഡ്രൈവ്. അതിന്റെ പേര് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോട്ടിലേക്ക് എഴുതിയിട്ട് എഴുതിയാൽ മതി. ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് തന്നാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഇനി ഇവിടെ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട്. പേജ് നമ്പർ 25. ഇതിന്റെ ആൻസേഴ്സ് ആരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നോ? ഇല്ല. Fill in the blanks with the correct words from the brackets. Page number 25. Did you take page number 25? Okay, I'll read the question. Please listen. First one, fill in the blanks with the correct words from the brackets. Two answers have been given in brackets. You have to choose the correct answer. First question is dash save our time. Two options are there. Option 1 machines and option 2 pillows. Which one saves our time? Machines. Okay, put a tick mark for machine. MACHINES. Put tick mark for machines. Or if you want, you can write there. Otherwise, just put a tick mark. No problem. Did everybody put it? Okay. Second question. A dash is mostly used by people while traveling. യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതാണ് കൂടുതലായിട്ട് മനുഷ്യരുടെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത്, ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ? ഏതാ യാത്രയിലൊക്കെ എടുത്തോണ്ട് പോകുന്നേ? ഇറ്റ്സ് ലാപ്ടോപ്പ്. LAPTOP. Laptop. Put a tick mark for laptop. Eric, did you put a tick mark, my dear? Okay. Laptop. Very good. Next question, see. An ATM is used to take out a dash from one's bank account. Diesel or money? ATM in എന്താ എടുക്കുന്നത് നമ്മള്? ഡീസൽ ആണോ മണി ആണോ? ആർക്കറിയാവുന്ന ഉത്തരം ഒന്ന് കൈപൊക്കിക്കുക നോക്കട്ടെ. ആർക്കൊക്കെ അറിയാവുന്ന ATM എടുക്കുന്ന എന്താണെന്ന്? ഓ, എല്ലാവർക്കും അറിയാലോ. വെരി ഗുഡ്. അമ്മോ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എല്ലാവർക്കും അറിയാം. Good. Money. Money is the answer. Okay. Put a tick mark for money. Fatima Mehreen, are you stuck, my dear? Can you hear me, Fatima Mehreen? Okay. Oh, Binya, your sister also came to study. Good girl. Hi. Benita, are you studying, my dear? Hi. Okay, Benita പോയോ? ഞാൻ വിളിച്ചപ്പോഴേക്കും. Benita, hi. പോയി. Okay, next question. Computers are used in shops to make dash bills or payments. കമ്പ്യൂട്ടർ നമ്മൾ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ? ബില്ലടിക്കാനാണോ പൈസ അടയ്ക്കാനാണോ ഉപയോഗിക്കുന്നത്? ബില്ല് തരാൻ വേണ്ടിട്ടാണോ പൈസ തരാൻ വേണ്ടിയാണോ? ഫോർ ബിൽസ്. ബില്ല് അടിച്ചു തരാൻ വേണ്ടല്ലേ? ടു മേക്ക് ബിൽസ്. ഓക്കെ, ബിൽസ്. BILLS ബിൽസ്. BILLS bills. Okay, put a tick mark for bills. Okay, next. Fifth question.
The computer stores data in its memory in dash ways. 3 ways or 5 ways? 3. Okay, very good. 3. Write 3. Put a tick mark for 3. THREE. 3. Okay, now once again check your answers. First one is machines. Second one laptop. Third one is money. Fourth one is bills. And fifth one is 3. Correct? Okay, good. Let's match the columns. Supercomputers, computers, hospital, traffic radar, gun, hard disk. This side, CPU, patient's records, controls the speed of vehicles, huge memory, scientist. Okay. So first one is supercomputer. So what is matching for supercomputer? Supercomputer are ഉപയോഗിക്കുന്നത്? നമ്മൾ സ്കൂളിലാണ് ഉപയോഗിക്കുന്നത്? അല്ല, അലൻ തോമസിന് ആൻസർ അറിയാൻ തോന്നുന്നു. ആരാ മോനെ പറഞ്ഞോ? പറഞ്ഞോ കേട്ടോളാം. Scientist. Okay. So scientist. So first one's answer is E. Supercomputers are used by scientist. So E ലേക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ നമ്പർ ഇയുടെ അവിടെ നമ്പർ 1 ഇടുക. സെക്കൻഡ്, കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിന് ഏതാണ് ആൻസർ വരുന്നത്? ആർക്കെങ്കിലും അറിയാവോ? എറിക് പറഞ്ഞോ. CPU. Very good. CPU. Okay, put number 2 for CPU. അതായത് എയുടെ നേരെ നമ്പർ 2 ഇടുക. ഇട്ടാ മക്കളെ? Okay. Okay, okay. Next, third one is hospital. Hospital. So what will be now? Ajit is ready to answer. Ajit, Ajit ഒന്ന് unmute ചെയ്തോ, വേഗം ആൻസർ പറ. Patient's record. Very good. Patient's records. Very good. So B is the answer for third one. B. A കഴിഞ്ഞിട്ടുള്ള B ക്ക് രണ്ടാമത്തേത്. അതിന്റെ ആൻസർ, മൂന്നാമത്തതിന്റെ ആൻസർ ആണ് patient's records. Okay. Next, fourth one is traffic radar gun. Who will answer traffic radar gun? Alan Thomas, ready? Paranyo. Control speed of vehicle. Very good. Control speed of vehicle. C is the answer for fourth one. C is the answer for fourth one. Huge number. Okay. Next, last one, hard disk. Who will answer for that? Hiba, can you tell? Where unmute large, sorry, huge memory. Very good. Huge memory. Okay. Okay, once again check your answers. Supercomputer, E is the answer, scientist. Second, computers, A is the answer, CPU. And hospital, third one's answer is B, patient's records. Fourth one, traffic radar guns. C is the answer for that, control speed of vehicle. Next, fifth one, hard disk. D is the answer for that, huge memory. Okay. Aile. Let's okay.
Okay. Now answer these questions. How is a desktop computer different from a laptop? Question answer ആർക്കെല്ലാം ഉത്തരം അറിയാമോ? ഒന്ന് കൈ പൊക്കിക്കേ. How is desktop computer different from a laptop? ഈ desktop computer ലാപ്ടോപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Eric is ready to answer. Good boy. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. പറഞ്ഞു മുത്തേ. ലാപ്ടോപ്പിനേക്കാളും ഇതാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. നേരെ ഓപ്പോസിറ്റ് ആയി പോയി. ഏതാ ചെറുത്? ഡെസ്ക്ടോപ്പിലെ ചെറുത്. ഓക്കെ, മോൻ പറയാൻ ശ്രമിച്ച് കറക്റ്റ് മനസ്സിലുണ്ട്, പക്ഷെ പേര് മാത്രം മാറിപ്പോയെന്നുള്ളൂ. സാരമില്ല. ഓക്കെ, ലാപ്ടോപ്പ് ഈസ് സ്മോളർ ദാൻ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിനേക്കാൾ ചെറുതാണ് ലാപ്ടോപ്പ്. ആൻഡ് അനദർ തിങ്, ലാപ്ടോപ്പ് ക്യാൻ ബി ക്യാരിഡ് എനിവേർ. നമുക്ക് എപ്പോഴും വേണേലും എങ്ങോട്ട് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റും. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ പറ്റില്ല. CPU എടുക്കണം, കീബോർഡ് എടുക്കണം, പിന്നെ മോണിറ്റർ എടുക്കണം, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ സ്ഥലത്തുനിന്ന് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എടുത്തോണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് ലാപ്ടോപ്പിൽ ചാർജ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും എപ്പോ വേണേലും നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, second question, write any 3 uses of computers in schools. Who will answer? Write any 3 uses of computers in schools. Binya, please. Binya, ഇവിടെ ശ്രദ്ധിക്കടാ. എന്താ കുഞ്ഞിപ്പെണ്ണ് വീണോ? Anagha Suresh is ready to answer. Please, Anagha. Any 3 uses of computers in schools? Read record. പറഞ്ഞോ, വെരി ഗുഡ്. നോട്ടീസ് മോള് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാലും മതി. ഓക്കെ, നോ പ്രോബ്ലം. പറഞ്ഞു. നോട്ട് ചെയ്യാനും നോട്ടുകൾ എഴുതാനാ. ഓക്കെ, പ്ലീസ് ആക്കാനും പിന്നെ ഒരു യൂസ് കൂടെ പറഞ്ഞേ. രണ്ടെണ്ണേ അറിയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അനിത, can you answer? Anita Philip, can you answer any 3 uses of computer in schools? Dominic. അനിത പറഞ്ഞോ മുത്തേ. സ്കൂളിൽ ഉപയോഗിക്കുന്ന എന്തിനാ കമ്പ്യൂട്ടേഴ്സ്? മേമേ പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് പറയാൻ എന്റെ അമ്മച്ചി. പറഞ്ഞോ മുത്തേ. അറിയില്ല. Anita, can you answer? Dominic, can you answer? Dominic. Anita അറിയാമോ? ഇല്ല. ഡൊമിനിക് അറിയത്തില്ല. ഹിബ, സോറി, ഫർഹ ഫാത്തിമ. ഫർഹ കുട്ടി വേഗം പറഞ്ഞു മുത്തേ. ഒന്ന് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ, എന്നിട്ട് പറ. ടൈം ടേബിൾ fee records. To make our timetables, to make our fee records. Okay. Next. Notice. To make the notice. Next. Books, library. To keep the library records and all. Very good, very good. Okay. Next, Anika Kuti. Next question is to Anika Mohan. What is input, processing and output? Input endana, output endana, processing endana. Ariyavo mutte. Anika? Mole? പറഞ്ഞോ, അറിയാമോ മുത്തേ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ
കമ്പ്യൂട്ടറിന് കൈമാറാൻ. എന്താ ഒന്നുകൂടി പറഞ്ഞിടാ ചക്കരെ. പറഞ്ഞോ മോള്. Data given to the very good. Data given to the computer is a input. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇൻപുട്ട്. വാട്ട് ഈസ് പ്രോസസിംഗ്? അവിടെ മുഹമ്മദ് ബീവി ഇല്ല, പകരം ഒരു കുഞ്ഞാവനെ കാണുന്നുണ്ടല്ലോ. മുഹമ്മദ് ബീവി പറഞ്ഞോ മുത്താനിഹ. നമ്മൾ കൊടുത്തതിന് മറുപടി കിട്ടുന്നതാന്ന് പറയുന്നത്. മറുപടി ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് അത് ഔട്ട്പുട്ട് ആണ്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ മറുപടി ഇങ്ങോട്ട് കിട്ടുന്നത് ഔട്ട്പുട്ട്. അതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ അത് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിൽ ആ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ സ്വീകരിക്കുകയും അതിനുള്ള മറുപടി തയ്യാറാക്കുകയും ചെയ്യുന്നതാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് അനിഹ. മുഹമ്മദ് ബീവി ഇതെന്തോ ചെയ്യുന്ന? ഞാൻ വിചാരിച്ചു കുഞ്ഞുബാബിയാണെന്ന് ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട്. മോനെ സിറ്റ് പ്രോപ്പർലി. ചക്കരെ ഞാൻ അതാ ചോദിച്ചത്, മുഹമ്മദ് ബീവിയുടെ കുഞ്ഞുബാബിയാണോ ഇരിക്കുന്നതെന്ന്. ആ ഇരിപ്പ് കണ്ടിട്ട് ഒരു ചെറിയ കുഞ്ഞുബാബി ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പെൻ ഡ്രൈവ്? ദിസ് ഈസ് പെൻ ഡ്രൈവ്. Can you see pen drive? What is pen drive? For what it is used? Who knows to say pen drive? Amanna Rajesh is ready. Okay. It is very small and it can store a lot of data. Okay. The secondary storage device. അതാണ് അതിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. It is small and it can store a lot of data compared to CDs and all. CD ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ പെൻ ഡ്രൈവിന് കൂടുതൽ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മക്കൾക്കെല്ലാം ആൻസർ ഒക്കെ അറിയാവല്ലോ. Now, in the time only 3 minutes are left. Now we are not going to start the new lesson. In the next class we will start. But I will give 5 words for dictation. Okay? Class നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ, അടുത്തതിൽ. പക്ഷെ നമുക്ക് ഡിക്റ്റേഷൻ ഉള്ള വേർഡ്സ് തരാം. പുതിയ ലെസണിൽ നിന്നുള്ള വേർഡാണ്. ടേക്ക്, ഇവിടെ നോക്കിക്കേ, ജോയ്സ്റ്റിക്ക്. ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ചിത്രം ഉണ്ടല്ലോ, പേജ് നമ്പർ 26. പേജ് നമ്പർ 26 ടേക്ക്. At 26 see some pictures have been given there. Did you see this and all? Okay, അവിടുത്തെ വേർഡ്സുകൾ നിങ്ങൾക്ക് തരാം. ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളുക. ഫസ്റ്റ് വേർഡ് ഈസ് ജോയ്സ്റ്റിക്. Put a tick mark for that. അതാണ് ഡിക്റ്റേഷൻ എടുക്കുന്നത്, ജോയ്സ്റ്റിക്ക്. സെക്കൻഡ് വേർഡ് ഈസ് മൈക്രോഫോൺ. And third one is a keyboard. Okay. ഇനി or അഞ്ചെണ്ണല്ലേ പറഞ്ഞത്, അപ്പൊ മൂന്നെണ്ണായി. ഇനി കീബോർഡ്, സ്കാനർ. ഇതാ ഇപ്പുറത്ത് തന്നെ കിടപ്പുണ്ട് വേർഡ്സുകൾ, മൗസ് ആൻഡ് സ്കാനർ. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞ് തന്ന ഹെഡിങ്ങിന് അവിടെ തന്നെ ഈ വേർഡ്സുകളെല്ലാം തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ഫോർ ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞിട്ട് അവിടെ തന്നെ തന്നിട്ടുണ്ട്. മൗസ്, കീബോർഡ്, സ്കാനർ, മൈക്രോഫോൺ ആൻഡ് ജോയ്സ്റ്റിക്ക്. വേർഡ്സുകളെല്ലാം കിട്ടിയോ? Hanna, are you stuck, my dear? Okay. See, the words are given in page number 26. Heading is input device, and the last paragraph the words are given there: mouse, keyboard, scanner, microphone and joystick. How many words are there? How many words are there for dictation? 5 words. 5 words are there. Okay, study it well. You have to score 5 out of 5 without copying. It is simple ആയിട്ടുള്ള words അല്ലേ, വലിയ വേർഡ് ഒന്നും അല്ലല്ലോ. കോപ്പി ചെയ്യാതെ 5 out of 5 കിട്ടത്തില്ലേ നിങ്ങൾക്ക്? Very good. All the best. Bye bye.
Be good children. Okay, go and have your lunch. Bye.